ഇസ്ലാമാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറി UAE. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഭാരത സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ അപ്രതീക്ഷിത നീക്കം. ഇതോടെ പാകിസ്ഥാന് ഏറ്റത് കനത്ത തിരിച്ചടിയാണ്. 2025 ഓഗസ്റ്റ് മുതൽ ചർച്ചകളിൽ ഉണ്ടായിരുന്ന കരാറാണ് ഉപേക്ഷിച്ചത്. ശ്രീകാന്ത്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ഏറ്റവും മോശമായ സാഹചര്യത്തിലുള്ള വിമാനത്താവളങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുന്നതിൽ UAEക്ക് അസാമാന്യമായ വൈദഗ്ധ്യമുണ്ട്. അഫ്ഗാനിസ്ഥാനിലടക്കം അവരത് തെളിയിച്ചതുമാണ്. ഇതിന് പിന്നാലെയാണ് 2025 മുതൽ ചർച്ചകളിലുള്ള ഇസ്ലാമാബാദ് എയർപോർട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കരാറിലേക്ക് അവർ പോകുകയായിരുന്നു. UAEയും പാകിസ്ഥാനും തമ്മിൽ അത് സംബന്ധിച്ച് ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായതുമാണ്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും UAE പിന്മാറിയിരിക്കുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ത്യയിലേക്ക് നടത്തിയ സന്ദർശനത്തിന് തൊട്ട് പിന്നാലെയാണ് ഈ പിന്മാറ്റം എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഷെയ്ഖ് നഹിയാന്റെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെ ഇസ്ലാമാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നതിൽ നിന്നും UAE പിന്മാറിയിരിക്കുന്നു. പദ്ധതി അബുദാബി പിൻവലിച്ചിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് മുതൽ ചർച്ചകളിലുണ്ടായിരുന്ന ഈ കരാറാണ് ഉപേക്ഷിച്ചത്. പദ്ധതിയിൽ UAEക്ക് താല്പര്യം കുറഞ്ഞതും എയർപോർട്ട് നടത്തിപ്പിനായി ഒരു പ്രാദേശിക പങ്കാളിയെ കണ്ടെത്താൻ കഴിയാതിരുന്നതും കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. സൗദിയും തുർക്കിയുമായി ചേർന്ന് ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കാനുള്ള നീക്കം ഒരു വശത്ത് പാകിസ്ഥാൻ നടത്തുമ്പോഴാണ് ഇന്ത്യക്ക് ഈ നയതന്ത്ര മേൽക്കൈ കിട്ടുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.